ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ്. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഏത് പ്ലേസിലേക്കാണെന്ന് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലേക്കാണ്. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ്ലി തന്നെ എൻ്റെ മനസ്സിൽ കമ്പം എന്നുള്ള ആ ഒരു പ്ലേസ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഗ്രേപ്സിൻ്റെ ഫാംസും കാര്യങ്ങളൊക്കെയാണ് ആദ്യമേ തന്നെ ഓർമ്മ വരുന്നത്. പിന്നെ സെക്കൻഡ്ലി നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ സ്വീറ്റ്സ്, അതായത് പരിപ്പി എന്ന് പറയും, അതേപോലെ തന്നെ നമ്മുടെ മൈസൂർ പാക്ക്, ദെൻ ജിലേബി, ലഡു, അവരുടെ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്വീറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പാൽഗോവ, അതൊക്കെയാണ് ആദ്യമേ തന്നെ വരുന്നത്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിക്ക്, അതായത് നമ്മുടെ പെരിയാർ ആ ഒരു ഏരിയയിൽ റോഡിൻ്റെ സൈഡിൽ തന്നെ എന്തു ഭംഗിയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചെടികൾ നിൽക്കുന്ന കാണാൻ ആ ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അത്രയും തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ടായിരിക്കും നമ്മുടെ ബൊഗെയിൻവില്ലയുടെയൊക്കെ കളർ കണ്ടാൽ തന്നെ നമുക്ക് അവിടുന്ന് പോരാൻ തോന്നുകയില്ല. ഭയങ്കര ഇഷ്ടമാണ് അത്. ചിലപ്പോൾ മേ ബി എനിക്ക് ചെടികൾ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക. മോർണിംഗ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചത്. അപ്പോൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഹോട്ടലിൻ്റെ ആ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഭയങ്കര എന്താ പറയുക, താഴേക്ക് നോക്കിയാൽ കൊക്കയും അങ്ങനത്തെ ഏരിയാസൊക്കെയാണ്. ഭയങ്കര വ്യൂ ആണ്, നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ആ ഒരു നേരെ സ്ട്രെയിറ്റ് വേ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയിട്ട് പോലും ഒരുപാട് റഷസ് ഇല്ലായിരുന്നു. പതിവ് പോലെ അത്രയും തിക്കും തിരക്കും ഒന്നും ഈ ഒരു റോഡിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഭയങ്കര എന്താ പറയുക പീസ്ഫുള്ളി പോയി വരാൻ പറ്റുമായിരുന്നു, ഒരുപാട് റഷസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. ഇന്നലത്തെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ മഴ പെയ്യാൻ പോകുന്ന പോലെ ചെറിയൊരു മൂടലുണ്ടായിരുന്നു. പക്ഷേ വെയിലോ അങ്ങനെ മഴ പെയ്യുമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ചെറിയൊരു മൂടലും കുറച്ച് തെളിച്ചവും, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ സൺഡേയിലും നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ പണിയെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ ഓൾമോസ്റ്റ് സൺഡേസിലെ എല്ലാ കടകളും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പോകുന്നവർ ഒന്ന് എന്താ പറയുക ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പ്രോബ്ലം ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം സൺഡേസിൽ നിങ്ങൾ യാത്ര തിരിക്കുക. അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ പണികൾ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ ഞാൻ എപ്പോൾ കാറിൽ കയറിയാലും ഒന്ന് കാറ്റടിക്കുമ്പോൾ ഉറങ്ങാറാണ് പതിവ്. പക്ഷേ ഇന്നലെ പോയപ്പോൾ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. ത്രൂ ഔട്ട് ആ വ്യൂസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഫുൾ ഹോൾ ഡേ ഞാൻ ഇന്നലെ ഉറങ്ങിയില്ലെന്നുള്ളതാണ് സത്യം. ഇത്രയും ട്രാവൽ ചെയ്തിട്ടും ആ ഒരു മടുപ്പോ ആ ഒരു ക്ഷീണമോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല. ശരിക്കും എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രദേഴ്സ് പോയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ആക്ച്വലി ഈ ഒരു ചെടിയോടൊക്കെ ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് അവർ പറയും ആ ഒരു ഏരിയയിൽ ഒരുപാട് ചെടി ഉണ്ടടി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വന്നിട്ട് കഥകൾ പറയാറുണ്ട്. അതൊക്കെ കേട്ടിട്ട് ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു കമ്പം ആ ഒരു പ്ലേസ് എത്തുന്നിടം വരെ ഫുൾ ആ ഒരു റോഡ് സൈഡിൽ ആ ഒരു ചെടിയും കാര്യങ്ങളൊക്കെയാണ് നന്നായിട്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്തത്. ശരിക്കും നമുക്ക് ഒരുപാട് പ്ലാന്റ് ഹണ്ടിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ഏരിയയിൽ ഇഷ്ടം പോലെ ചെടികളുണ്ട് കേട്ടോ. നമ്മുടെ സ്നേക്ക് പ്ലാന്റും അതേപോലെ തന്നെ ഡ്രസ്സീനാസിൻ്റെ വെറൈറ്റീസും പിന്നെ ഫ്ലവറിങ് പ്ലാന്റ് യൂഫോർബിയ പോലത്തെ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ കുറച്ച് വെറൈറ്റീസും കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ബൊഗെയിൻവില്ലയൊക്കെ എന്ത് രസമാണെന്നറിയാമോ, ആ ഒരു റോഡ് സൈഡിൽ ആ ഒരു ക്ലൈമറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഭംഗിക്കുക. ബോൾസത്തിൻ്റെയൊക്കെ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ കളറൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്നതിനേക്കാളും ആ ഒരു ഡബ്ലിങ് ആയിട്ടുള്ള കളറാണ്. നമ്മൾ ചുവന്ന ചെമ്പരത്തി പോലും നമ്മുടെ ഇവിടെയൊന്നും നമ്മൾ അധികം മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ആ ഒരു ഏരിയയിൽ എക്സാക്ട്ലി ഒരു റോസ് എങ്ങനെയാണ് നിൽക്കുന്നത് ആ ഒരു വ്യൂ ആണ് നമുക്ക് ആ ഒരു പ്ലാന്റൊക്കെ കാണുമ്പം. നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ നെക്സ്റ്റ് അടുത്തതായിട്ട് പറയേണ്ടത് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ തേയിലത്തോട്ടം. അതിൻ്റെ ഭംഗി ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ആ ഒരു ഏരിയയിൽ പോകുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ ടീ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് എസ്റ്റേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ ആ ഒരു ടീ പ്ലാന്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ലന്താനം പോലത്തെ നമ്മുടെ കുങ്ങിന് പോലത്തെ കുറേ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് കാണാൻ പറ്റും. ട്രാവൽ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഒതുക്കിയിട്ടിട്ട് കുറച്ച് വ്യൂസും കാര്യങ്ങളും ആ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്കുണ്ട്. പിന്നെ ഈ ഒരു വഴിക്ക് പോയപ്പം എക്സാക്ട്ലി നമുക്ക് ക്ഷീണം അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ സാധാരണഗതിയിൽ യാത്ര എത്തി പകുതി എത്തുമ്പം തലവേദന വരാറോ അങ്ങനെയൊക്കെ ഡള്ളാവാറാണ്, അല്ലെങ്കിൽ ഡെസ്പായി പോകാറാണ് പതിവ്. പക്ഷേ ഇന്നലെ ആക്ച്വലി ഫുൾ എനർജറ്റിക് ആയിട്ടായിരുന്നു ഞാൻ ആ ഒരു ഹോൾ ട്രാവലിങ്ങിൽ. തമിഴ്നാട്ടിൽ ഞാനിപ്പോൾ പോയിട്ട് 2021 ഒരു ജാനോ അല്ലെങ്കിൽ ഫെബിലെങ്ങാണ്ടോ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് കുറേ മന്ത്സ് ആയിട്ടുണ്ട്, ഒരു വർഷത്തോളം അടുത്താവുന്നുണ്ട്. ശരിക്കും എനിക്ക് തമിഴ്നാട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ ആ ഒരു കൾച്ചറും ആ ഒരു
വ്യൂ എന്നൊക്കെ പറയുന്നത് ഡിഫറൻ്റ് അല്ലേ? നമുക്ക് ഒരുപാട് അമ്പലങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒരു ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് റോഡിലേക്ക് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി നടക്കുന്നതും ഇങ്ങനെ സൗണ്ടിൽ സംസാരിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ട് നമുക്ക് വേറൊരു നാടും അവരുടെ ആ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. തമിഴ്നാട്ടിലെ വ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആകെപ്പാടെ എനിക്ക് പണ്ടൊക്കെ പേടിയുണ്ടായിരുന്നത് അവിടുത്തെ ഹോട്ടലിൽ കയറുമ്പോഴാണ് കേട്ടോ. ഫുൾ ഓഫ് എന്താ പറയുക, എല്ലാവർക്കും അറിയാം ഫുഡ് നമുക്ക് ആ ഒരു ഹോട്ടലിലൊക്കെ കയറുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ ആ ഒരു വൃത്തിപ്പോരായ്മ അതൊരു എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. ഈവൻ നമ്മൾ ടേബിളിൽ പോയിരുന്നാലും ആ ഒരു ഈച്ചയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒരു വല്ലാത്തൊരു മാനസിക വിഷമമായിരിക്കും. പണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് പോയ ടൈമിലാണ് കേട്ടോ അങ്ങനത്തെ. പിന്നെ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ആ ഒരു പ്രോബ്ലം ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിൽ ഉത്തമപാളയത്ത് സിംഗപ്പൂർ മെസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട്, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് നല്ല കിടിലൻ ഭക്ഷണമാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് അറിയാവുന്ന ഒരു കടയാണ്. അവർ അവരുടെ ആ ഒരു ബോർഡിൽ തന്നെ സിംഗപ്പൂർ സ്വീറ്റ്സ് എന്നോ അങ്ങനെ എങ്ങാണ്ടോ ആണ്, നമ്മുടെ മലയാളത്തിൽ പോലും ബോർഡ് വരെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് നമ്മുടെ ഉത്തമപാളയത്തുള്ളത്. ഫുഡിംഗ് ഒക്കെ ആണെങ്കിലും ഭയങ്കര എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പിന്നെ തമിഴ്നാട് സ്പെഷ്യൽ റൈസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അവിടുത്തെ ആ ഒരു ചോറൊക്കെ കഴിക്കാൻ നല്ലതാണ്. നേരത്തെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ നമുക്ക് ഒരുപാട് കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്ക് ഞാൻ ക്യാപ്ചർ ചെയ്ത വ്യൂസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ദെൻ ഇനി നമ്മൾ കുറച്ചുകൂടെ ദൂരെ പോകുമ്പം നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ എക്സാക്റ്റ് വ്യൂ പോയിന്റ് കിട്ടും തമിഴ്നാടിൻ്റെ. എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്, നമുക്ക് പകൽ കാണുന്നതിൽക്കാണ് കൂടുതൽ ഭംഗി എന്ന് വെച്ചാൽ ആ ഒരു എക്സാക്റ്റ് ആ ഒരു ബ്യൂട്ടി നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ്. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു വ്യൂ ആയിരിക്കും. പിന്നെ പറയേണ്ട കാര്യം ഇവിടുത്തെ വഴി, കയറ്റം ഇറക്കം അതേപോലെ തന്നെ വളവ് ഒടിവ് തിരിവ്, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് റോഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ കെയർഫുള്ളായിട്ട് നന്നായിട്ട് വേണം നോക്കി ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ അതൊന്ന് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ. പിന്നെ നമ്മൾ ആ ഒരു കേരള ബോർഡേഴ്സൊക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഭയങ്കര സുഖമാണ് ട്രാവൽ ചെയ്ത് പോകാനും ഓടിച്ച് പോകാനൊക്കെ ആണെങ്കിലും നല്ല കംഫർട്ടാണ്. പിന്നെ ഡ്രൈവിങ്ങിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഇത്രയും നല്ല സ്ട്രെയിറ്റ് റോഡും ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് സ്പീഡോ കാര്യങ്ങളോ ഒന്നും കൂട്ടാതെ ലിമിറ്റഡ് ആയിട്ട് മാത്രം ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക. പിന്നെ ഉള്ള നമ്മുടെ വ്യൂസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇങ്ങനത്തെ പ്ലാറ്റ്യൂസ് ആയിട്ടുള്ള പ്ലേസസ് കാണാൻ പറ്റും നമുക്ക്. പിന്നെ തെങ്ങിൻതോപ്പ്, പിന്നെ അവിടുത്തെ നമ്മുടെ ആ ഒരു മുന്തിരിയും കാര്യങ്ങളും നിലക്കടലയുടെ കൃഷികളും അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ നമുക്ക് തമിഴ്നാട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ കുറേ കാണാൻ പറ്റും. അതൊക്കെയാണ് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട്. പക്ഷേ തമിഴ്നാട് നമ്മൾ ആ ഒരു നവരാത്രി അങ്ങനത്തെ അവരുടെ ഒരു ആ ഒരു എന്താ പറയുക ഫെസ്റ്റിവൽ സീസൺ, ദീപാവലി ആ ഒരു ഫെസ്റ്റിവൽ സീസണിലൊക്കെ പോവുകയാണെങ്കിൽ കിടിലനായിരിക്കും കേട്ടോ. ഫുള്ള് നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ, എല്ലാ വീട്ടിലും ലൈറ്റ്സും അതേപോലെ തന്നെ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ ഫുൾ ഓഫ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നല്ല വ്യൂ ആയിരിക്കും നമുക്ക്. പിന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോകുന്ന ആൾക്കാർക്കറിയാം ഒരുപാട് ബൈപ്പാസസ് വന്നിട്ടുണ്ട്, ഒരുപാട് ടേൺസും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് ഏരിയയിൽ അവരുടെ ആ ഒരു ഗോഡായിട്ട് അവർ കാണുന്ന ആൽമരങ്ങളും അങ്ങനത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു സൺഡേയിൽ ഞങ്ങൾ ഇന്നലെ പോയപ്പം എല്ലാ അമ്പലത്തിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കല്യാണങ്ങളായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടും അല്ലാതെ പ്രാർത്ഥിക്കാനായിട്ടും കുറേ ആൾക്കാരെ കാണാൻ പറ്റി. പക്ഷേ റോഡിൽ മൊത്തത്തിൽ ഇന്നലെ ആൾക്കാർ കുറവാണ്. ഈവൻ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ പോകുന്ന ആ ഒരു തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആ ഒരു വേ നോക്കുകയാണെങ്കിൽ പോലും റോഡിൽ പോലും കാറുകളൊക്കെ ഭയങ്കര കുറവായിരുന്നു. അതെന്താ കാരണം എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്, വളരെ കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ വ്യൂസ് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് അപ്പുറേ ഇപ്പുറയൊക്കെ. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ട്രാക്ടേഴ്സ് ഞാൻ ശരിക്കും നോട്ടീസ് ചെയ്ത് അത് നമുക്ക് നമ്മുടെ നാടുകളിലൊക്കെയാണെങ്കിലും ഒരുപാട് അവിടെ കാണാൻ പറ്റും. ആക്ച്വലി നമുക്കറിയാം തമിഴ് ഫിലിം ആണെങ്കിലും പോലും നമ്മളെടുത്ത ട്രാക്ടേഴ്സും കാര്യങ്ങളൊക്കെ അവരത്രയും എന്താ പറയുക ആ ഒരു കൃഷിക്കും കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസും മോസ്റ്റ്ലി കൂടുതൽ ആൾക്കാരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് ഉണ്ട് എങ്കിൽ കൂടെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ തമിഴ്നാട്ടിൽ പോകുമ്പം എന്താ പറയുക പ്രത്യേകിച്ച് എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്യുന്നത് ഈവനിങ് ടൈമിൽ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഓൾറെഡി എല്ലായിടത്തും മാർക്കറ്റിൽ നല്ല റഷസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടുത്തെ ആൾക്കാരുടെ ആ ഒരു ടോക്കിങ്ങും വേയും ആ ഒരു തമിഴ് ചൊവയൊക്കെ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
നോർമലി നമ്മുടെ നാട് വിട്ട് വേറൊരു കൾച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു ഇഷ്ടം കൊണ്ടിട്ടായിരിക്കും കുറച്ചുകൂടെ ഒരു ഇഷ്ടം തോന്നുന്നത് ഇങ്ങനത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. പിന്നെ അവിടുത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലെ ആൾക്കാരെക്കാളിലും കൂടുതൽ മുല്ലപ്പൂവൊക്കെ സ്ത്രീകളൊക്കെ ചൂടി നടക്കുന്ന കാണാൻ പറ്റും. ഈവനിങ് ആ ഒരു ടൈമിൽ നമ്മൾ മാർക്കറ്റിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അവരാദ്യമേ ഈ ഒരു മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പോകുന്നത് കാണാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് അവിടുത്തെ അതായത് നമ്മുടെ ഡെഡ് ബോഡീസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് ഓഫ് വെഹിക്കിളാണ്. ഇപ്പോൾ കഴിഞ്ഞു പോയി. നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ആ ഒരു വ്യൂസ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വഴി നമ്മൾ നേരെ ഉത്തമപാളയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് തമിഴ്നാട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ സിംഗപ്പൂർ എന്നാണ്. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ഇൻ്റർനാഷണൽ സ്കൂൾ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിനെക്കാളും കൂടുതൽ ഇൻ്റർനാഷണൽ സ്കൂൾസും കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ തന്നെയായിരിക്കും. ഇന്നലെ ആ ഒരു ഏരിയയിൽ തന്നെ എനിക്ക് 2-3 ഇൻ്റർനാഷണൽ സ്കൂൾസ് കാണാൻ പറ്റി. പോകുന്ന വഴിയെ തന്നെ ഞാൻ നോട്ടീസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോകുന്നത് സിംഗപ്പൂർ റെസ്റ്റോറൻറ്റിലാണ്. സിംഗപ്പൂർ മെസ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ശരിക്കും എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ സിംഗപ്പൂർ സ്വീറ്റ്സ് എന്ന് നമ്മുടെ മലയാളത്തിലാണ് ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ മട്ടൻ ബിരിയാണി എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബിരിയാണീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാമെന്നുള്ള രൂപേണയൊക്കെയാണ് നമ്മൾ ആ ഒരു ഹോട്ടലിൽ തന്നെ കയറാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കാർസ്, അതായത് യൂസ്ഡ് കാർസിൻ്റെ ഷോറൂംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ബൈക്സിൻ്റെ ഒക്കെ ഷോറൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അവിടെ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നമ്മുടെ ഓടി കിടക്കുകയാണ്. അപ്പോൾ ഓടി കിടക്കുന്ന ആ ഒരു പോർച്ച് നോക്കുകയാണെങ്കിൽ ഓല മേന പോർച്ചിലാണ് ഓടി കിടക്കുന്നത്. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു സിംഗപ്പൂർ, അതായത് ആ ഒരു സിംഗപ്പൂർ മെസ് എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് റീച്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ ഹോട്ടൽ കാബ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ 2 നിലയാണ്, 2-3 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ 2ാമത്തെ നിലയിലാണ് കയറിയത്. ആക്ച്വലി എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ 2 നില ആണോ, സോറി 2 നിലയല്ല 3 നിലയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ബിരിയാണി വരുന്നത് ഇതുപോലെ ഒരു എന്താ പറയുക, ഇവിടുത്തെ പോലെ പ്ലേറ്റ്സിലും കാര്യങ്ങളിലൊന്നും അല്ല, നമ്മുടെ വാഴയിലേക്കകത്താണ്. അപ്പോൾ അവർ ബൗളിൽ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മട്ടൻ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് ആ ഒരു ചോറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഒരു മടുപ്പ് ഫീൽ ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. അതേപോലെ തന്നെ നമുക്ക് ബിരിയാണിയുടെ കൂടെ പായസം കിട്ടുന്നുണ്ട് ഇവിടെ. പിന്നെ നോർമലി സലാഡ്, ദെൻ മട്ടൻ്റെ ആ ഒരു കറിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബൗൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണെന്ന്. പക്ഷേ നമ്മൾ വാഴയിലേക്കകത്ത് ഫുള്ളി നമ്മൾ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. കുഴപ്പമില്ല, നല്ല ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം തമിഴ്നാട് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. അത് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം എനിക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. ദെൻ ഫൈനലി നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വ്യൂ ആണ് ഇപ്പം ഞാൻ ക്യാപ്ചർ ചെയ്തത്. ഈവനിങ് ടൈമിൽ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ, ഈ ഒരു റഷും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്.